നമസ്കാരം. IT കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് സെഷൻ നാളെ ആരംഭിക്കാനിരിക്കെ മാർക്കറ്റ് നൽകുന്ന സൂചന HCL ടെക് എന്ന സ്റ്റോക്ക് ഇപ്രാവശ്യം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചേക്കുമെന്നാണ്. HCL ടെക് ഇന്ന് 2% ഉയർന്ന് 1490 ക്ലോസിംഗ് നൽകി. 4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 26.16, ഡിവിഡന്റ് ഈൽഡ് 3.36%. സ്റ്റോക്ക് റെസിസ്റ്റൻസ് സോണിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1500 റെസിസ്റ്റൻസ് സോൺ, 52 വീക്ക് ഹൈ 1509. HCL ടെക് എന്ന കമ്പനി ക്വാർട്ടർ ടു ക്വാർട്ടറിൽ മിഡ് സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് കൈവരിച്ചേക്കും എന്നാണ് പല ബ്രോക്കേജ് ഏജൻസികളും പറയുന്നത്. അതുകൊണ്ടാണ് HCL ടെക് എന്ന സ്റ്റോക്കിൽ ഇന്ന് റാലി കാണാനും സാധിച്ചത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് HCL ടെക് 33% റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 40% റിട്ടേണുമാണ് നൽകിയത്. HCL ടെക് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 10% ഇയർ ഓൺ ഇയറിൽ ഉയർന്ന് 3489 നിന്നും 3832 ഉയർന്നു. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കാഴ്ചവെച്ചതുപോലെ തന്നെ ഇപ്രാവശ്യവും മികച്ച പെർഫോമൻസ് ആണ് HCL ടെക്കിൽ നിന്നും പല ബ്രോക്കേജ് ഏജൻസികളും എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോക്സ് ബോക്സ് എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ ടെക്നിക്കൽ അനലിസ്റ്റ് പറയുന്നത് HCL ടെക്കിന്റെ റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടർ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് കൈവരിച്ചേക്കും. അതോടൊപ്പം തന്നെ പ്രൊഡക്റ്റ് ആൻഡ് പ്ലാറ്റ്ഫോം ബിസിനസ് കമ്പനിയുടേത് വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സീസണൽ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോറക്സ് ബെനിഫിറ്റും കമ്പനിക്ക് ലഭിക്കും. ഇതുമൂലം കമ്പനിയുടെ എബിറ്റ മാർജിനും ഇംപ്രൂവ് ആയേക്കും. ആക്സിസ് സെക്യൂരിറ്റീസ് പറയുന്നത് HCL ടെക്കിന്റെ റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടർ 6.5% ഉയർന്നേക്കും. കമ്പനിയുടെ എബിറ്റ മാർജിനിൽ 65 ബേസിസ് പോയിന്റിന്റെ ഇംപ്രൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നു. ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ ഉയരുന്നതും പ്രൈസിംഗ് റേഷ്യോയും ഗ്രോത്ത് ഔട്ട്ലുക്കും ഓപ്പറേറ്റിംഗ് മാർജിനിൽ ഉണ്ടായിരിക്കുന്ന ഇംപ്രൂവ്മെന്റുമാണ് കമ്പനിയുടെ ഗ്രോത്ത് ഫാക്ടറായി പ്രവർത്തിക്കുക എന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസ് പറയുന്നത്. PNB പരിബാസ്, ഷെയർഖാൻ തുടങ്ങിയ ബ്രോക്കേജ് ഏജൻസികൾ പറയുന്നത് HCL ടെക്കിന്റെ റവന്യൂ ഗ്രോത്ത് ക്വാർട്ടർ ടു ക്വാർട്ടർ 4.4%-നടുത്തായിരിക്കും. എബിറ്റ മാർജിൻ 50 ബേസിസ് പോയിന്റ് ഉയർന്നേക്കും. മോത്തിലാൽ ഒസ്വാൾ എന്ന ബ്രോക്കേജ് ഏജൻസി പറയുന്നത് കമ്പനിയുടെ റവന്യൂ ഗൈഡൻസ് 18 മുതൽ 19% നിലനിർത്താൻ സാധ്യതയുണ്ട്. റവന്യൂ ഗൈഡൻസ് മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇവിടെ നോൺ ഡിസ്ക്രിഷണറി സ്പെൻഡിംഗ് ഉയർന്നതും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെഗ്മെന്റിലേക്കുള്ള കമ്പനിയുടെ എക്സ്പോസർ വർദ്ധിക്കുന്നതും ഗ്രോത്ത് ഫാക്ടറായി പ്രവർത്തിച്ചേക്കും. HCL ടെക് എന്ന സ്റ്റോക്ക് റെസിസ്റ്റൻസ് സോണിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 1280, 1300 തുടങ്ങിയ സോണുകളിൽ സ്റ്റോക്കിൽ പൊസിഷണൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുത്തവർക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താവുന്നതാണ്. അതേസമയം ക്വാർട്ടർലി റിസൾട്ട് വരുന്നതുകൊണ്ടും അല്ലെങ്കിൽ മികച്ച ക്വാർട്ടർലി റിസൾട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ടും ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താൽപര്യമുള്ളവർക്ക് സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് ഇവന്റിന്റെ പശ്ചാത്തലത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് 2.89% ഉയർന്ന് 2655 ക്ലോസിംഗ് നൽകി. 18 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 26.2, ഡിവിഡന്റ് ഈൽഡ് 0.34%. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് 8% റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 5% റിട്ടേണുമാണ് നൽകിയത്. കഴിഞ്ഞ 2.5 വർഷമായി സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഒട്ടുമിക്ക ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെയും ഗോൾഡ്മാൻ സാൻസ് എന്ന ബ്രോക്കേജ് ഡൗൺഗ്രേഡ് ചെയ്തപ്പോഴും റിലയൻസിനെ അപ്ഗ്രേഡ് ചെയ്യുകയും ബൈ എന്ന ടാർഗറ്റ് നൽകിയതുമാണ് റിലയൻസിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഗോൾഡ്മാൻ സാൻസ് മുമ്പ് റിലയൻസിന് 2660 രൂപയുടെ ടാർഗറ്റ് ആയിരുന്നു നൽകിയത്. ഇന്ന് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോഴാണ് ഗോൾഡ്മാൻ സാൻസ് 2885 രൂപയുടെ പുതിയ ടാർഗറ്റ് റിലയൻസ് ഇൻഡസ്ട്രീസിന് നൽകിയിരിക്കുന്നത്. ഇവിടെ കമ്പനി അതിന്റെ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ക്ലയന്റ് ബേസ് സ്ട്രക്ചറലി ഉയർത്തിക്കൊണ്ടുവരുന്നതും ഓയിൽ ആൻഡ് കെമിക്കൽ ബിസിനസ്സിൽ ടെക്നോളജി ഇന്നോവേഷൻസ് നടത്തിയതിന്റെയും പശ്ചാത്തലത്തിലാണ് ഗോൾഡ്മാൻ സാൻസ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേസമയം വരും വർഷങ്ങളിൽ കമ്പനിയുടെ എബിറ്റ ഇടിഞ്ഞേക്കാമെന്നുള്ളൊരു വാണിംഗും ഗോൾഡ്മാൻ സാൻസ് നൽകുന്നുണ്ട്. 2024 ഫിനാൻഷ്യൽ ഇയറിൽ എബിറ്റയിൽ 2% ഇടിവും, 25 ഫിനാൻഷ്യൽ ഇയറിൽ എബിറ്റയിൽ 3% ഇടിവും, 26 ഫിനാൻഷ്യൽ ഇയറിൽ എബിറ്റയിൽ 4% ഇടിവും വരാൻ സാധ്യതയുണ്ട്. എബിറ്റ ഇടിയാനുള്ള പ്രധാന കാരണം കമ്പനിയുടെ ഏണിംഗ് എസ്റ്റിമേറ്റിൽ വരുന്ന ഡൗൺഗ്രേഡേഷനാണ്. ഇവിടെ റിഫൈനിങ് ആൻഡ് കെമിക്കൽ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് മാർജിൻ കുറയാൻ സാധ്യതയുള്ളതും താരിഫ് ഹൈക്ക് നടപ്പിലാക്കാത്തത് മൂലം ടെലികോം സെഗ്മെന്റിൽ നിന്നുള്ള ഏണിംഗ് കുറയാൻ സാധ്യതയുള്ളതിന്റെയും പശ്ചാത്തലത്തിലാണ് വരും വർഷങ്ങളിലേക്കുള്ള എബിറ്റ ഗോൾഡ്മാൻ സാൻസ് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം 12 മാസത്തെ സം ഓഫ് പാർട്ട് മെത്തേഡ് അനുസരിച്ചുള്ള കാൽക്കുലേഷനിലാണ് റിലയൻസിന് 8% ഹയർ സൈഡിലുള്ള ടാർഗറ്റ് ഗോൾഡ്മാൻ സാൻസ് എന്ന ബ്രോക്കേജ് ഏജൻസി നൽകിയത്.
ഇന്ന് നടന്ന വൈബ്രന്റ് ഗുജറാത്ത് ഇവന്റിൽ മുകേഷ് അംബാനി പറഞ്ഞത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ റിലയൻസ് 12 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് നടത്തിയത്. പ്രധാനമായും വേൾഡ് ക്ലാസ് അസറ്റ്സും കപ്പാസിറ്റിയും സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ 12 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടത്തിയത്. ഗോൾഡ്മാൻ സാൻസ് ഒട്ടുമിക്ക ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെയും ഇന്ന് ഡൗൺഗ്രേഡ് ചെയ്തു. ഗവൺമെന്റ് ക്രൂഡ് ഓയിലിന്റെ വില കുറയ്ക്കാൻ തീരുമാനിച്ചതും ക്രൂഡ് ഓയിലിന് മുകളിൽ വിൻഫോൾ ടാക്സ് ഏർപ്പെടുത്താൻ സാധ്യതയുള്ളതിന്റെയും പശ്ചാത്തലത്തിലാണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ ഗോൾഡ്മാൻ സാൻസ് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ONGCക്ക് സെൽ എന്ന റേറ്റിംഗും 175 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മുമ്പ് 160 രൂപയുടെ ടാർഗറ്റ് ആയിരുന്നു നൽകിയത്. ഇന്ത്യൻ ഓയിലിന് ന്യൂട്രലിൽ നിന്നും സെൽ എന്ന റേറ്റിംഗും 105 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. മുമ്പ് 85 രൂപയുടെ ടാർഗറ്റ് ആയിരുന്നു. BPCLനെ ബൈയിൽ നിന്നും ന്യൂട്രൽ റേറ്റിംഗിലേക്ക് മാറ്റുകയും 500 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മുമ്പ് 435 രൂപയുടെ ടാർഗറ്റാണ് നൽകിയത്. ONGC എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 6 മാസം കൊണ്ട് 30% റിട്ടേൺ നൽകി. ഇവിടെ വിൻഫോൾ ടാക്സും അതോടൊപ്പം തന്നെ ഇലക്ഷന് മുന്നോടിയായി ക്രൂഡിന്റെ വിലയും കുറയ്ക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചതുകൊണ്ട് ഓയിൽ മാർക്കറ്റിംഗ് സ്റ്റോക്കുകൾക്ക് ലിമിറ്റഡ് അപ്സൈഡ് ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ എന്നാണ് ഗോൾഡ്മാൻ സാൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. റിലയൻസ് എന്ന സ്റ്റോക്കും റെസിസ്റ്റൻസ് സോണിലെത്തി. 2250 സ്റ്റോക്കിൽ പൊസിഷണലി ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുത്തവർക്ക് സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താവുന്നതാണ്. കഴിഞ്ഞ 2.5 വർഷമായി സ്റ്റോക്ക് 2250-നും 2650-നും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി സ്റ്റോക്കിൽ പരിശോധിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്